ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നൈറ്റ് ഡ്രൈവ് കാണാം കേട്ടോ. അപ്പോൾ ഒരു 12 മണിയായപ്പോഴേ പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലത്തൊക്കെ 2-3 കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ബിരിയാണിയും ഇല്ല, ഫുഡൊന്നും ഇല്ലായിരുന്നു. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സ്ഥലത്ത് 2-3 സ്ഥലത്തൊക്കെ ഓക്കെ ആയിരുന്നു. പൊറോട്ടയും ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വേണ്ട, ബിരിയാണിയല്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കാമെന്ന് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോയി അടുത്ത് തൂതേൻ്റെ അടുത്ത് എത്തി. തൂത മീൻസ് പെരിന്തൽമണ്ണ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് നോക്കുമ്പോൾ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. മേ ബി ഞാൻ തട്ടുകടകളിലൊന്നും ഞാൻ കഴിക്കാത്ത ആളാണ്. അപ്പോൾ പെട്ടെന്ന് തട്ടുകട കണ്ടപ്പോൾ ശരി ഓക്കെ അവിടെയെങ്കിലും പോയി കഴിക്കും. പിന്നെ 1 മണിയായി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ തന്നെ നിന്നു. ഉള്ളിൽ പോയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയുണ്ട്, നല്ലൊരു ഡീസൽ, എന്താ പറയുക, ആൾമോസ്റ്റ് നല്ലൊരു റെസ്റ്റോറൻറ്റ് ലുക്കിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അപ്പോൾ പിന്നെ പോയിട്ട് ബിരിയാണി ചോദിച്ചപ്പോൾ ബിരിയാണിയിൽ പീസൊന്നും ഇല്ല, ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നെയ്ച്ചോറ് പിന്നെ നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പൊറോട്ടയും ബീഫും ആക്കി ഞാൻ പിന്നെ ചിക്കനും പൊറോട്ടയും ആക്കി. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് നമ്മളൊരു ചിക്കൻ ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു ജീരക സോഡ എന്ന് പറയുന്ന സംഭവം തന്നായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആയിരുന്നു. പിന്നെ ചില്ലി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ, ക്രിസ്പി ആയിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ തട്ടുകടകളൊന്നും ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജീരക സോഡ ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ആ കുടിച്ചു നോക്കിയപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഫുഡൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തുനിന്ന് ഇവനോട് ഫുഡ് എങ്ങനെ ഉണ്ടടാ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഈ 12:30 നമുക്ക് ഫുഡ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമില്ലേ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ വന്നിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ പോകുന്ന വഴിയിലാണ്, പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ, തൂതപാലം എന്ന് പറയും. അപ്പോൾ ആ പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇപ്പോൾ പാലത്തിൻ്റെ വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ തട്ടുകട ഉള്ളത്. 24 hours ഓപ്പൺ ആണ്. അപ്പോൾ ഈ വഴിയിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടയൊന്ന് കയറി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. റേറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അഫോർഡബിൾ, കുറവാണ്. നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ഇവിടെ കുറവാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ മിഡ് നൈറ്റിന് നമുക്ക് ഫുഡ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ അവിടെ അവരെ ഓണറായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും അവിടെ സെർവ് ചെയ്യുന്നവർ എല്ലാവരും നല്ലൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് വീട്ടിൽ ചേച്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അട, എന്തോ പൂവടയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ചു, എന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.